നമസ്കാരം, ഞാൻ നീരജദാസ്. മലയാളത്തിൽ ഇതെൻ്റെ മൂന്നാമത്തെ ചിത്രമാണ്. മാസ്റ്റർ പീസിലൂടെയാണ് ഞാൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. അതെനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ലൈഫിലെ വലിയൊരു അച്ചീവ്മെൻ്റാണ്. മമ്മൂക്കയുടെ കൂടെയുള്ളൊരു സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത്. അജയ് വാസുദേവ് ഡയറക്റ്റ് ചെയ്ത് ഉദയകൃഷ്ണ ടീമിൻ്റെ വർക്കായിരുന്നു. അതിനുശേഷം ഇരയിലും നല്ലൊരു ക്യാരക്ടർ ഞാൻ അവസരം ലഭിച്ചു. പാർട്ട്നേഴ്സിൽ ഞാൻ തമിഴ് കഥാപാത്രമായിട്ടാണ് പ്രേക്ഷകരുടെ മുന്നിലെത്തിയിരിക്കുന്നത്. സഞ്ജു ശിവറാം അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ്, തമിഴ് സംസാരിക്കുന്ന അഴകി. അപ്പം സിനിമ കാണുമ്പം നമ്മുടെ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു മനസ്സിലാവും. പക്ഷേ സിനിമകൾ, അതായത് ഈ സിനിമയടക്കം എല്ലാ സിനിമകളും നമ്മൾ തിയേറ്ററിൽ പോയി കാണണം. അപ്പോൾ ചില മുൻവിധികളാണ് ചില സിനിമകളെ വളരെയധികം എന്താ പറയുക ഒരു മോശം രീതിയിലേക്ക് മാറ്റുന്നത്. അതായത് സിനിമകളിൽ പല പോരായ്മകളുണ്ടാകാം, നല്ല കാര്യങ്ങളുണ്ടാകാം. പക്ഷെ സിനിമ കണ്ടിട്ട് വേണം നമ്മളത് വിലയിരുത്താൻ. സിനിമ കണ്ടാലും വിലയിരുത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരു എന്താ പറയുക, ചില സമയത്ത് നല്ലതായിട്ടും പറയാം, ചില സമയത്ത് വളരെ മോശമായിട്ടും പറയാം. അതായത് പടങ്ങൾക്കെതിരെയുള്ള റിവ്യൂ പല യൂട്യൂബേഴ്സും പല രീതിയിൽ റിവ്യൂ രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാ പടങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളുണ്ടാകും, നല്ല കാര്യങ്ങളുണ്ടാകും. അതെല്ലാം നമ്മൾ ഒരു നല്ല പോസിറ്റീവായുള്ളൊരു ഫീഡ്ബാക്കിലാണ് റിവ്യൂയിലൂടെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം സിനിമാക്കാർ മാത്രമല്ല, ഒരു നോർമൽ ഓഡിയൻസ് ആണെങ്കിലും. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ പത്രങ്ങളിലാണെങ്കിലും നമ്മൾ എവിടെ നോക്കുമ്പോഴും നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്ന ന്യൂസുകൾക്ക് എപ്പോഴും ഭയങ്കര വാല്യൂ ആണ്. കാര്യം നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് അങ്ങനെയാണ്. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ഒരാൾ ഒരു സമ്മാനം കിട്ടിയെന്ന് പറയുന്നതും ഒരു റേപ്പ് നടന്നതെന്ന് പറയുമ്പോഴും നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് ഫീഡാവുന്നത് ഈ ഒരു നെഗറ്റീവ് ന്യൂസ് ആയിരിക്കും. ഇത് തന്നെയാണ് ഇന്നിപ്പോൾ സംഭവിക്കുന്നത് റിവ്യൂകളും. അതായത് നമ്മുടെ സിനിമയ്ക്ക് സംഭവിക്കുന്നതും നല്ല റിപ്പോർട്ടുകൾ എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ഈ പറഞ്ഞ നല്ല നല്ല റിവ്യൂസിനിടയിലും ഒരു മോശപ്പെട്ട റിവ്യൂ. അതായത് അവർക്ക് ഈ പറഞ്ഞ റിവ്യൂ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റിലൂടെ ഒരുപാട് ഫാൻ ബേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്തിനാണ് എന്ന് വെച്ചാൽ ചിലപ്പോൾ പലർക്കും പല ടാർഗറ്റ് ആയിരിക്കും, പല കാര്യങ്ങളുണ്ടാവും. ഇതിൻ്റെ പിന്നിൽ പല പല റീസൺ ഉണ്ടാകും. പക്ഷേ ഓക്കെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പടത്തിന് ചെറിയൊരു പോരായ്മകളുണ്ടായിരുന്നു, ആ പറയുന്ന രീതിയിൽ കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര മോശമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഭയങ്കരമായിട്ട് എന്താ പറയുക ഡൗൺ ആക്കി പറയുന്നത് ഒരു ട്രെൻഡ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരി. കാരണം ഇതിന് താഴത്തുള്ള കമൻസ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇത് ഏറ്റുപിടിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ആൾക്കാർ ഇത് പറയുമ്പോൾ എവിടെ നിന്നും നല്ല പ്രേക്ഷകർ, അതായത് ഈ പടം കാണണമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഇത് കാണുമ്പോൾ തന്നെ അവർക്കൊരു റീത്തിങ് ഉണ്ടാവുകയാണ്. ഇനി അങ്ങനെയാണോ? കാരണം ഇവര് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വ്യക്തി, ഈ ഒറ്റ ഒരു വ്യക്തിയുടെ എന്താ പറയുക ഒരു കമന്റിലാണ് ഈ ഒരു സിനിമയുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ, എനിക്ക് തോന്നുന്നു ഇപ്പം ഇതിനെപ്പറ്റി പറയുമ്പം തിരിച്ചൊരു ചോദ്യം ഉണ്ടാവും, അപ്പോൾ സിനിമാക്കാർ തന്നെയല്ലേ ഇവരെ വളർത്തുന്നതെന്ന്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരിൽ നിന്ന് ഇത് വ്യത്യാസപ്പെടുന്നുണ്ട്, ഓരോ സിനിമാക്കാരിൽ നിന്നും വ്യത്യാസപ്പെടുന്നു. പക്ഷെ നമ്മുടെ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞത് ഒന്ന് തിയേറ്ററിൽ പോയി കാണുമ്പം ഇതിൽ നല്ല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ചിലപ്പം ചില പോരായ്മകളൊക്കെ തോന്നും. അത് നമ്മുടെ പല പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ ലെവലാണെങ്കിലും നമ്മുടെ വലിയ ബഡ്ജറ്റ് ചിത്രമൊന്നുമല്ല. അപ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പം അതിനിടയിൽ ഈ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഇത്തരം നെഗറ്റീവിനെ കൂട്ടുപിടിച്ച് നമ്മൾ ഇതിനെ വിലയിരുത്താതിരിക്കുക. എല്ലാവരും സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യണം. നല്ല നല്ല ഫീഡ്ബാക്കുകൾ അറിയിക്കണം. ഇനിയും ഈ ടീമിൻ്റെ തന്നെ മറ്റൊരു നല്ലൊരു വർക്ക് വരും. അപ്പോൾ ഈ വർക്കിലുണ്ടായ എന്തെങ്കിലും പോരായ്മകൾ ഇതെല്ലാം നികത്തി മറ്റൊരു ഉഗ്രം വർക്കായിട്ടേക്ക് ഇനി തിരിച്ചു വരിക. ഓക്കെ, താങ്ക് യു. സിനിമയെ ബാധിച്ചു എന്ന് പറയുന്നത്, അതായത് നമ്മുടെ തന്നെ ഇപ്പം സിനിമകളെ പറ്റിയുള്ള റെസ്പോൺസ് കേൾക്കുമ്പം ഒരു 4 പേര് പറയും നല്ല റിപ്പോർട്ടാണ് സിനിമയ്ക്ക് വരുന്നതെന്ന് പറയും. നമ്മൾ കാശ് കൊടുത്ത് ചെയ്യുന്നൊന്നുമല്ല. അതായത് നമ്മുടെ പോസ്റ്റ് ഇടുമ്പം നമുക്കറിയാത്ത പല ആളുകൾ പറയാണ്. ഇതിൻ്റെ താഴത്തായിട്ടൊരു കമൻറ്റ് പറയാണ്, ഈ പറഞ്ഞ റിവ്യൂറിൻ്റെ ഈ റെസ്പോൺസ് ഒന്ന് കേട്ടിട്ട് പോവുക എന്ന്. അപ്പോൾ അതായത് 2 കൊല്ലം അല്ലെങ്കിൽ ഇവരുണ്ടാക്കിയ ഈ ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയ റെസ്പോൺസ് കേവലം 2 വർഷം ഒക്കെ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ സിനിമ വന്നിട്ട് എത്ര കൊല്ലങ്ങളായി, എത്രയോ നാളുകളായി. ഇപ്പം മലയാളത്തിൽ ആദ്യം ഇറങ്ങിയ പടം മുതൽ നോക്കിക്കഴിഞ്ഞാൽ അന്നൊന്നും ഈ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ സിനിമ പോസ്റ്ററുകൾ നമ്മുടെ മതിലുകളിൽ കാണുന്നു, പബ്ലിക് റോഡിൽ കാണുന്നു, നമ്മൾ പോകുന്നു, പത്രത്തിൽ ന്യൂസ് വരുന്നു, ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം മാറി അതായത് നമ്മുടെ വീട്ടിൻ്റെ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു പടത്തെ പറ്റി അഭിപ്രായം പറയുന്നത് നെഗറ്റീവാണ്. കാര്യം നെഗറ്റീവ് പറയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത്. പിന്നെ അവർ പറയുന്ന ടോണിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. പക്ഷെ ഭയങ്കര മുഖത്തടിച്ച പോലെ ഒരു നമ്മളത്രയും ശത്രുതയുണ്ട് എന്ന രീതിയിൽ പറയുമ്പം അത് നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും. അത് നമ്മളിപ്പോൾ നമ്മുടെ റിയൽ ലൈഫിലാണെങ്കിലും നമ്മുടെ സുഹൃത്താണെങ്കിലും നമ്മളോടൊരു മോശം കാര്യം
രണ്ട് രീതിയിൽ പറയാം. അപ്പം അത് തന്നെയാണ് സിനിമയ്ക്ക് നമുക്ക് തോന്നുന്നത്. അപ്പം നല്ല ആളുകൾ വരുന്നുണ്ട്. നല്ല ആളുകൾ എന്ന് പറയുന്നത് ആളുകൾ, നോർമൽ ഓഡിയൻസ് സിനിമ വന്ന് കണ്ട്, ഞങ്ങൾ തിയേറ്റർ ലിസ്റ്റൊക്കെ നടത്തിയപ്പോൾ നമ്മൾ ലൈവായിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. പിന്നെ ചിലവർ പോയിന്റുകളെ പറഞ്ഞു ഇപ്പം ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കും, എന്നാലും നല്ല വാച്ചബിളാണ്, വൺ ടൈം വാച്ചബിളാണ്. പക്ഷേ ഇവരാരും റിവ്യൂ കൊണ്ട് വന്നവരല്ല. പക്ഷേ ഈ റിവ്യൂ കാണുന്നവർ ചിലപ്പോൾ ഒന്ന് റീതിങ്ക് ചെയ്യും. അത് തീർച്ചയായിട്ടും ഈ പടത്തിനല്ല, എല്ലാ പടങ്ങൾക്കും അത് സംഭവിക്കാം. അതൊന്ന് കാണണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പം അത്തരത്തിലുള്ളത് സിനിമകളെ മൊത്തത്തിൽ ബാധിക്കും എന്തായാലും. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നീരജയുടെ സ്റ്റാർട്ടിങ് വന്ന് സീരിയലായിരുന്നു, അതിനുശേഷമാണ് ഫിലിമിലോട്ട് വന്നത്. അപ്പോൾ സീരിയൽ താരങ്ങൾക്ക് സിനിമയിൽ ചാൻസ് ഒരു ബുദ്ധിമുട്ടാണെന്ന് അങ്ങനെ ഒരു സംസാരമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം, സിനിമയാവട്ടെ സീരിയലാവട്ടെ എപ്പോഴും എന്താ പറയുക, നല്ല ടാലന്റ് ഉള്ളവർക്ക് മാത്രം, അതായത് അല്ലേ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് 1-2 വർക്ക് കിട്ടും, പക്ഷെ അതിനുശേഷം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ടാലന്റ് വേണം. പക്ഷെ നമുക്ക് ഈ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരുപാട് ടെക്നിക്കൽ ലെവലാണെങ്കിലും അറിയാലോ, നമുക്ക് സീരിയലിന് എപ്പോഴും നമ്മുടെ ഒരു ബഡ്ജറ്റ് ഉണ്ട്, മലയാളം ആണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും. അപ്പം നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളുടെ ആഗ്രഹം എന്ന് പറയുന്നത് നല്ല ടെക്നിക്കലി നല്ല കഥകളും നല്ല കഥാപാത്രങ്ങളായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മളുടെ ഒരു എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ഇതിന് സംഭവിച്ചത്. കാര്യം ഞാനൊക്കെ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് സീരിയൽ 13 എപ്പിസോഡുകൾ തീരും. അതായത് ഇപ്പോൾ നമ്മുടെ വെബ് സീരീസ് ഒക്കെ ഉണ്ടല്ലോ, അത്രയും ക്വാളിറ്റിയിലുള്ള സീരിയൽ, പഴയ നല്ല നോവലുകളൊക്കെ എടുത്ത് സീരിയലാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പക്ഷേ ബിസിനസ് പരമായിട്ടോ ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടായിട്ടാവില്ല. പക്ഷെ ഇതിനൊക്കെ ശേഷം ഒരു ഡ്രാമാറ്റിക് സംഭവം നമ്മുടെ സീരിയലിൽ വന്നു തുടങ്ങി. അതിനുശേഷം ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. കാര്യം ഇപ്പം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ ഇനിയും അഭിനയിക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെ സീരിയലിൽ കുറ്റം പറയുന്നല്ല. കാരണം എന്ന് വെച്ചാൽ പക്ഷേ നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ നമ്മൾ ആഗ്രഹിക്കുന്നത് കുറച്ച് ലൈവായിട്ട് പെർഫോം ചെയ്യണം, നമ്മൾ കഥാപാത്രമായിട്ട് മാറുമ്പോൾ. കാര്യം ഇത് ചില പാറ്റേൺസ് ഉണ്ട്. ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു എപ്പിസോഡ് തീരുകയാണ് സീരിയലിൽ, അപ്പോൾ ഇങ്ങനെ നമ്മൾ അഭിനയിച്ച് നിർത്തണം. ഇതിപ്പോൾ ഞാനെന്നല്ല, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. കാര്യം ഒരു ടെലിവിഷൻ ഓഡിയൻസിന് വേണ്ടത് അങ്ങനെയാണെന്ന് എന്തോ ഒരു മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ട്. കാര്യം TV പ്രേക്ഷകരാരും നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാര് അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല സംഭവം ഇവര് തന്നെ നമ്മുടെ നാട്ടിൽ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നുണ്ടല്ലോ, നമ്മുടെ അമ്മയാണെങ്കിലും എല്ലാവരും വന്ന് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് സിനിമയിലേക്ക് വരാനുള്ള അവസരങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ തന്നെ വലിയൊരു പടമാണ് ദൃശ്യം എന്ന് പറഞ്ഞ പടം. ഈ ദൃശ്യം എന്ന് പറഞ്ഞ പടത്തിലെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ലീഡ് ചെയ്തതാണ് ആശിഷ് ശരത്. അത് അവരെ നമുക്കറിയാം, ഏഷ്യാനെറ്റിലെ വലിയൊരു സീരിയലിന്റെ ഭാഗമായിരുന്നു അവരത്രയും നാളുകളായിട്ട് ആർട്ടിസ്റ്റുകളായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പെർഫോമൻസോ ഒരു ആളുകളോ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ആക്ടിങ് പാറ്റേൺ നമ്മുടെ ഈ ഡയറക്ടേഴ്സ് സിനിമയിലെ ആളുകൾ കാണുകയാണ്. അപ്പോൾ ഇവർ വിലയിരുത്തുകയാണ്, ഇവർ ഭയങ്കര ഇങ്ങനെ അഭിനയിച്ച് വെക്കുകയാണ്, ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരിതാണ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അല്ല. ഞാൻ വിചാരിക്കുന്നത് ചില സീരിയലിലൊക്കെ നമ്മൾ 10-20 സീനൊക്കെ അഭിനയിക്കുമ്പോഴേ, കാര്യം നമ്മുടെ സിനിമയിൽ അത്യാവശ്യം സമയമെടുത്ത് 3-4 സീൻ ഷൂട്ട് ചെയ്യുമ്പം ഈ 20 സീൻ അഭിനയിച്ച ആർട്ടിസ്റ്റ് ഇത്രയും രംഗങ്ങൾ ഇമോഷൻസ് കൊടുത്ത് ചെയ്യാണ്, ഇത്രയും സമയമുള്ളവർക്കെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് കുറച്ച് നല്ല സമയം കിട്ടിയാൽ അവർ എന്ത് പെർഫോം ചെയ്യും? അവർ തീർച്ചയായിട്ടും നല്ല ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വേർതിരിവുകളൊക്കെ നിർത്തുക, എല്ലാവരും എല്ലാ മേഖലയും കടന്നു വരിക. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇപ്പോൾ സീരിയൽ നമുക്ക് കുറേ കഥാപാത്രങ്ങൾക്ക് ഓപ്ഷനുണ്ട് ഈ പറഞ്ഞ പോലെ സിനിമകളിൽ. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതകളൊക്കെ ഉണ്ടെങ്കിൽ അതും ആ ഒരു മുൻവിധികളും കാഴ്ചപ്പാടുകളും മാറി എല്ലാവർക്കും എല്ലാത്തിലുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ. ന്യൂ പ്രോജക്റ്റ് ഏതെങ്കിലും ഇപ്പോൾ ആയിട്ടുണ്ടോ? ഇനി വരുന്ന പ്രോജക്റ്റ് എൻ്റെ ഷോർട്ട് മൂവിയാണ്. ഇപ്പം ജേക്കബ് ലിജൽ ഡയറക്റ്റ് ചെയ്ത അവരൊരു ന്യൂ കമറാണ്. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് മൂവി ക്രോസ് റോഡ്. അപ്പം അതിൻ്റെ മ്യൂസിക് എല്ലാം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഈ വർഷത്തെ ടെലിവിഷൻ സ്റ്റേറ്റ് അവാർഡ് വിന്നറായ മ്യൂസിക് ഡയറക്ടർ ജിഷ്ണു തിലകാണ്. അപ്പോൾ അവരുടെ ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രിവ്യൂ നടക്കാൻ പോവാണ്. യൂട്യൂബിലാണ് റിലീസ് വരുന്നത്. ഇനിയുള്ള പുതിയ പടങ്ങളും എല്ലാം നമ്മൾ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നല്ല വർക്കിലൂടെ എല്ലാവരിലേക്ക് എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ.